കോഴിക്കോട് നഗരത്തിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ ഓടിയെത്തിയിരുന്ന രക്ഷകരായി എത്തിയിരുന്ന ഒരു ഫയർഫോഴ്സ് സ്റ്റേഷനായിരുന്നു കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ അത് മീഞ്ചന്തയിലേക്ക് പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. അതായത് കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു അപായം ഉണ്ടാകുമ്പോൾ രക്ഷിക്കാനായി കോഴിക്കോട് ബീച്ചിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വരുന്നത് മീഞ്ചന്തയിൽ നിന്നോ അല്ലെങ്കിൽ തന്നെ വെള്ളിമാടുകുന്നിൽ നിന്നോ ആയിരിക്കും. നമുക്കിവിടെ വ്യാപാരികൾ, നമ്മളിപ്പോൾ SM സ്ട്രീറ്റിലാണുള്ളത്, നമുക്കിവിടെയുള്ള വ്യാപാരികളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം ഇവർക്ക് എത്രത്തോളം ആകുലത ഈ ഒരു വിഷയത്തിലുണ്ട് എന്നത് നമുക്ക് അറിയാം. അതായത് ചന്തയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം കടന്നു വേണം ഇനിയൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എന്തൊരു അപകടം ഉണ്ടായാലും വരാനായിട്ട്. അപ്പോൾ ടെൻഷനുണ്ടോ ഈ കാര്യത്തിൽ? ടെൻഷനുള്ള കാര്യമല്ലേ ഇത്? നല്ല ടെൻഷനാണ്. കാരണം എന്താ പറഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ ഒരു മെയിനായിട്ട് ഒരു ഫയർ സ്റ്റേഷന് ഉള്ളത് മാറ്റിയത് വളരെയധികം നിർജ്ജീവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിർബന്ധമായിട്ട് നമുക്കിവിടെ ആവശ്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മീഞ്ചന്തയിൽ നിന്ന് എത്തുന്നതിനേക്കാൾ എളുപ്പമായിട്ടായിരുന്നു ഇവിടുന്ന് വന്നിരുന്നത്. 2-3 പ്രാവശ്യം തീപിടുത്തം ഉണ്ടായതാണ്. പലവട്ടവും കുറേ പേര് മരിച്ചതാണ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പല പ്രശ്നവും കത്തുന്നതൊന്നും ഇതാക്കുന്നതൊക്കെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നാൽ വലിയ പ്രശ്നമായി മാറും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ അധികാരികൾ അതിൻ്റെ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങളുടെ വ്യാപാരികൾ എല്ലാവരും ആവശ്യം. ഈ മുട്ടായി തെരുവ് ഇപ്പോൾ തന്നെ കേരളത്തിൽ എല്ലാ മലയാളികൾക്കും അറിയാം. ലോകത്ത് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുവിധപ്പെട്ട ഇതിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് എത്തൽ തീ അണയ്ക്കാനൊക്കെ ഇത് നമ്മളെ ബീച്ചിലുള്ളതാണ്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനുള്ള നടപടി പെട്ടെന്ന് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫയർഫോഴ്സിൻ്റെ ഇവിടുന്ന് ബീച്ചിൽ നിന്ന് മാറ്റിയത് മീഞ്ചത്തിലേക്ക് മാറ്റിയത് അത് മുട്ടായി തെരുവ് പോലുള്ള തിരക്ക് പിടിച്ച കച്ചവട ഏരിയയിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ മീഞ്ചന്തയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വട്ടക്കിണർ അവിടെ ഭയങ്കര ബ്ലോക്ക്, പിന്നെ കല്ലായി ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ടെൻഷനാണ് നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ തീപിടുത്തം വന്നുകൊണ്ടിരിക്കല്ലേ. പെട്ടെന്ന് ഈ അടുത്ത് ഫയർഫോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. ഇപ്പോൾ ഫയർഫോഴ്സ് ബീച്ചിൻ്റെ ഭാഗത്തുള്ളൊക്കെ കൂട്ടാന്ന് പറയുകയാണെങ്കിൽ വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കോഴിക്കോട് പോലെയുള്ള തിരക്കേറിയ ഒരു നഗരത്തിൽ ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് വ്യാപാരികളെ സംബന്ധിച്ചും ഇവിടെയുള്ള മറ്റുള്ള ആളുകളെ സംബന്ധിച്ചും വളരെ പ്രതിസന്ധിയുള്ള, വളരെ ആശങ്കയുള്ള ഒരു വിഷയം തന്നെയാണ്. എത്രയും വേഗത്തിൽ ഒരു താൽക്കാലിക കെട്ടിടം, അതായത് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ച് കാലതാമസം എടുക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു താൽക്കാലിക ഒരു ഫയർ സ്റ്റേഷൻ കോഴിക്കോട് നഗരത്തിൽ തന്നെ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരികൾ ഉന്നയിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ഡെൽന ലാസർ, മീഡിയ 1.